എല്ലാവർക്കും വൈൽഡ് സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വോയേജർ 1 പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വോയേജർ 1 പറ്റി കൂടുതൽ അറിയാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. 1977 സെപ്റ്റംബറിൽ നാസയുടെ വോയേജർ 1 സ്പേസ് ക്രാഫ്റ്റ് കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് നമ്മൾ ഇതുവരെ എത്തിച്ചേരാത്ത സ്പേസിലെ മറ്റു ഭാഗങ്ങളിലേക്ക് യാത്ര തിരിച്ചു. വോയേജർ 2 സ്പേസ് ക്രാഫ്റ്റ് ലോഞ്ച് ചെയ്തതിന് 16 ദിവസത്തിന് ശേഷമാണ് വോയേജർ 1 ലോഞ്ച് ചെയ്തത്. ഇവയുടെ ഒരു പ്രധാന ലക്ഷ്യം നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ മറ്റു പ്ലാനറ്റുകളെ കൂടുതൽ അടുത്ത് പഠിക്കുവാനും അവയുടെ മൂണുകളെ കുറിച്ച് പഠിക്കുവാനുമായിരുന്നു. വോയേജർ 1 കൂടുതൽ വേഗത്തിൽ ഡയറക്റ്റ് പാത്തിലൂടെയാണ് സഞ്ചരിച്ചത്. അവ ആദ്യം ജൂപ്പിറ്റർ ലക്ഷ്യമാക്കിയും പിന്നീട് അവിടെ നിന്ന് സാറ്റേൺ ലക്ഷ്യമാക്കിയും സഞ്ചരിച്ചു. അത് കഴിഞ്ഞ് വോയേജർ 2 നിന്ന് വ്യത്യസ്തമായ പാത്താണ് വോയേജർ 1 ഉപയോഗിച്ചത്. വോയേജർ 1 യാത്ര തിരിച്ച് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഭൂമിയുടെ ആദ്യത്തെ ഇമേജ് അവ ഭൂമിയിലേക്ക് അയച്ചു. സെപ്റ്റംബർ 18, 1977 എടുത്ത ആ ഇമേജ് സുന്ദരമായ ഭൂമിയും ഭൂമിയെ ചുറ്റുന്ന നമ്മുടെ ചന്ദ്രനെയും കാണാൻ പറ്റും. 7.2 മില്യൺ മൈൽസ് അകലെ വെച്ചായിരുന്നു വോയേജർ 1 ഈ ചിത്രം പകർത്തിയത്. ഈ ചിത്രത്തിൽ ഭൂമിയിൽ ദൃശ്യമാവുന്നത് ഈസ്റ്റേൺ ഏഷ്യയും വെസ്റ്റേൺ പസഫിക് ഓഷ്യനുമാണ്. ഡയറക്റ്റ് പാത്ത് ആയതുകൊണ്ട് തന്നെ വോയേജർ 1 1.5 കൊല്ലം മാത്രമേ നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്യാസ് പ്ലാനറ്റായ ജൂപ്പിറ്ററിൽ എത്താൻ വേണ്ടി വന്നത്. ജാനുവരി 1979 വോയേജർ 1 ജൂപ്പിറ്ററിന്റെ ഇമേജുകൾ എടുക്കുവാനും അവ ഭൂമിയിലേക്ക് അയക്കുവാനും ആരംഭിച്ചു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോയേജർ 1 എടുത്ത ജൂപ്പിറ്ററിന്റെ ഇമേജുകളാണ്. 60 ദിവസം കൊണ്ട് ജൂപ്പിറ്ററിന്റെ 1900 ഇമേജുകളാണ് വോയേജർ 1 പകർത്തിയത്. ജൂപ്പിറ്ററിന്റെ ഉള്ളിലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന മേഘങ്ങളുടെ ചിത്രവും വളരെ മനോഹരമായി വോയേജർ 1 പകർത്തുകയുണ്ടായി. ജൂപ്പിറ്ററിൽ അറിയപ്പെടുന്ന സ്റ്റോമായ ദി ഗ്രേറ്റ് റെഡ് സ്പോട്ടിന്റെ ക്ലോസപ്പ് ഇമേജുകളും മുൻപെങ്ങും ഇല്ലാത്ത വിധം ഇവ പകർത്തുകയുണ്ടായി. ജൂപ്പിറ്ററിനെ പറ്റി മാത്രമല്ല വോയേജർ 1 പഠിച്ചത്, ജൂപ്പിറ്ററിന്റെ മൂണുകളെ പറ്റിയും അവ പഠിച്ചു. അവയിൽ ഒന്നാണ് ജൂപ്പിറ്ററിന്റെ വോൾക്കാനിക് മൂണായ അയോ. ഈ ഇമേജിൽ അയോയുടെ മുൻകാലത്ത് പൊട്ടിത്തെറിച്ച വോൾക്കാനിക് പർവ്വതങ്ങളുടെ പാടുകൾ കാണാം. അയോ ആണ് ഭൂമിക്ക് പുറത്ത് ആക്റ്റീവായിട്ടുള്ള വോൾക്കാനിക് ഇറപ്ഷൻസ് ഒബ്സർവ് ചെയ്തിട്ടുള്ള മറ്റൊരിടം. ജൂപ്പിറ്ററിന്റെ ഏറ്റവും വലിയ മൂണായ ഗാനിമേഡയുടെ ചിത്രങ്ങൾ എടുക്കുകയും അവയെപ്പറ്റി പഠിക്കുകയും ചെയ്തു വോയേജർ 1. മാസങ്ങൾ നീണ്ട ജൂപ്പിറ്ററിനെയും അവയുടെ മൂണുകളെയും പറ്റിയുള്ള പഠനങ്ങൾക്ക് ശേഷം ഏപ്രിൽ 1979 വോയേജർ 1 അതിന്റെ യാത്ര തുടർന്നു. ഈ തവണ അത് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഗ്യാസ് ജയന്റായ സാറ്റേണിനെ പറ്റി പഠിക്കുകയായിരുന്നു ലക്ഷ്യം. 20 മാസങ്ങൾക്ക് ശേഷം നവംബർ 9, 1980 വോയേജർ 1 സാറ്റേണിൽ എത്തിച്ചേർന്നു. ഈ ബ്ലർഡ് ഇമേജിൽ സാറ്റേണിന്റെ ഡാർക്കും ലൈറ്റുമായിട്ടുള്ള റൊട്ടേറ്റിംഗ് ക്ലൗഡ്സ് കാണാം. സാറ്റേണിന്റെ വലിയ റിങ്ങുകളും അവയുടെ 2 മൂണുകളും ഇതിൽ ദൃശ്യമാണ്. വോയേജർ 1 യാത്രയിൽ സാറ്റേണിന്റെ ഏറ്റവും വലിയ മൂണായ ടൈറ്റനെ പറ്റിയും പഠിക്കുകയുണ്ടായി. വോയേജർ 1 അയച്ച ഇമേജുകളുടെ അടിസ്ഥാനത്തിൽ ടൈറ്റണിൽ ലിക്വിഡ് മീഥൈനും ഉള്ളതായി സംശയിച്ചു. പിന്നീട് 2004 നടന്ന കസിനി മിഷനിലൂടെ അവ സ്ഥിരീകരിക്കുകയും ഉണ്ടായി. വോയേജർ 1 ക്ലോസസ്റ്റ് അപ്രോച്ചിന് 8 മണിക്കൂറുകൾക്ക് ശേഷം സാറ്റേണിന്റെ ഈ റിംഗ് സിസ്റ്റത്തിന്റെ ഇമേജുകൾ ഭൂമിയിലേക്ക് അവ അയച്ചു. വോയേജർ 1 വളരെയധികം ഡാറ്റകളും മുൻപ് കണ്ടുപിടിക്കാത്ത സാറ്റേണിന്റെ 2 മൂണുകളെയും ഇവ കണ്ടെത്തി. ഇവിടെ കൊണ്ട് വോയേജർ 1 പ്രാഥമിക ദൗത്യം കംപ്ലീറ്റ് ചെയ്യുകയും വോയേജർ 1 ഇനി ഒരിക്കലും ഒരു ആസ്ട്രോണമിക്കൽ ഒബ്ജക്റ്റിന് സമീപത്തൂടെ കടന്നു പോകാത്ത വിധം അവയുടെ സഞ്ചാരപഥം തുടർന്നു. 4 ബില്യൺ മൈൽസ് അകലെ വെച്ച് നാസ വോയേജർ 1 ക്യാമറ സൂര്യന്റെ ദിശയിലേക്ക് അവസാനമായി തിരിക്കുവാൻ കമാൻഡ് അയച്ചു. ഫെബ്രുവരി 1990 വോയേജർ 1 ഒരു സീരീസ് ഓഫ് ഇമേജുകൾ എടുക്കുകയുണ്ടായി. അതിനെ സോളാർ സിസ്റ്റം ഫാമിലി പോർട്രേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സീരീസ് ഓഫ് ഇമേജിൽ 60 ഫ്രെയിംസ് ആണ് ഉള്ളത്. അവ കൂടി ചേർക്കുമ്പോൾ അതിൽ നമുക്ക് വീനസും എർത്തും ജൂപ്പിറ്ററും സാറ്റേണും യുറാനസും പിന്നെ നെപ്റ്റ്യൂണും കാണാൻ സാധിച്ചു. എർത്തിന്റെ ഈ ഫേമസ് ഇമേജിനെ പിന്നീട് എ പെയിൽ ബ്ലൂ ഡോട്ട് എന്നറിയപ്പെട്ടു. വോയേജർ 1 എടുത്ത ഈ ചിത്രത്തിൽ ഒരു ബീം ഓഫ് സ്കാറ്റേർഡ് ലൈറ്റിൽ കാണപ്പെടുന്ന ആ ചെറിയ ബ്ലൂ ഡോട്ടിലാണ് നമ്മൾ മനുഷ്യവംശം നിലകൊള്ളുന്നത്. ഈ സീരീസ് ഓഫ് ഇമേജുകൾ എടുത്തതിന് ശേഷം വോയേജർ 1 ക്യാമറകൾ ഓഫ് ചെയ്തു. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അവയുടെ എനർജി ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് വോയേജർ 1 യാത്ര തുടരാനായിരുന്നു അത്. ഡിസംബർ 16, 2004 സാറ്റേണിൽ നിന്ന് യാത്ര തിരിച്ച് 24 വർഷങ്ങൾ കഴിഞ്ഞ് വോയേജർ 1 ടെർമിനേഷൻ ഷോക്കിൽ എൻ്റർ ചെയ്തു. എന്താണ് ടെർമിനേഷൻ ഷോക്ക് എന്നും എന്താണ് ഹീലിയോസ്ഫിയർ എന്നും ഇതിനു മുന്നേ ചെയ്തിരുന്ന ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.
ടെർമിനേഷൻ ഷോക്കിൽ എൻ്റർ ചെയ്തതിനു ശേഷം അവ ഹീലിയോ ഷീറ്റിൽ എൻ്റർ ചെയ്യുകയും അങ്ങനെ ഓഗസ്റ്റ് 25, 2012 വോയേജർ 1 ഇന്റർസ്റ്റെല്ലാർ സ്പേസിൽ കടക്കുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത പേടകമായി മാറി. 5 വർഷത്തേക്ക് മാത്രമായി വിധിയെഴുതിയിരുന്ന ഈ സ്പേസ് ക്രാഫ്റ്റ് 3.5 ബില്യൺ മൈലുകൾക്ക് അപ്പുറം നിന്ന് ഡാറ്റകൾ ഭൂമിയിലേക്ക് ഇന്നും കൈമാറുന്നു. നാസ പറയുന്നതനുസരിച്ച് വോയേജർ 1-ൽ 2021 വരെ പ്രവർത്തിക്കാനുള്ള ഇന്ധനം ബാക്കിയുണ്ടെന്നാണ്. ഇവയിലുള്ള ഇന്ധനം മുഴുവൻ പൂർത്തിയായാലും വോയേജർ 1 ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ അതിന്റെ സഞ്ചാരം തുടരുകയും ഭൂമിയിൽ നിന്ന് 17.6 ലൈറ്റ് ഇയേഴ്സ് ദൂരമുള്ള മറ്റൊരു സ്റ്റാറിന്റെ 1.7 ലൈറ്റ് ഇയേഴ്സ് അരികിലൂടെ അടുത്ത 40,000 വർഷങ്ങൾക്ക് ശേഷം സഞ്ചരിക്കും. അതുകൊണ്ട് തന്നെ വോയേജർ 1 ഇത്ര അധികം ദൂരം ഇന്റർസ്റ്റെല്ലാർ സ്പേസിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് അതിൽ ഗോൾഡൻ റെക്കോർഡ് സൂക്ഷിച്ചിരിക്കുന്നത്. ഗോൾഡൻ റെക്കോർഡിൽ ഭൂമിയിലുള്ള നിരവധി സൗണ്ടുകളും ഭൂമിയിലുള്ള നിരവധിയായ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മനുഷ്യനെ പോലെ മറ്റൊരു ഇന്റലിജന്റ് സ്പീഷീസിനെ ലക്ഷ്യമിട്ടുള്ളവയാണ്. അങ്ങനെ ഒരു സ്പീഷീസ് വോയേജർ 1 ക്യാപ്ചർ ചെയ്യുകയും അത് ഈ ഗോൾഡൻ റെക്കോർഡ് പരിശോധിക്കുകയും ചെയ്താൽ ഭൂമിയെ പറ്റിയും ഭൂമിയിലുള്ള ജീവനുകളെ പറ്റിയും മനുഷ്യന്റെ സംസ്കാരത്തെ പറ്റിയും ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നാം നിലകൊള്ളുന്ന ഭൂമിയും സോളാർ സിസ്റ്റവും പ്രപഞ്ചത്തിൽ എവിടെ നിലകൊള്ളുന്നു എന്നൊക്കെ ഈ ഇന്റലിജന്റ് സ്പീഷീസിന് മനസ്സിലാക്കാൻ സാധിക്കും. കാൾ സാഗൻ പറയുന്നത്, ഒരു അഡ്വാൻസ് സ്പേസ് ഫെയറിംഗ് സിവിലൈസേഷൻ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവ എടുക്കുവാനും പരിശോധിക്കുവാനും സാധിക്കുകയുള്ളൂ. നാം ഈ അനന്തമായ പ്രപഞ്ചത്തിൽ തനിച്ചാണ്. നമ്മളായിരിക്കുമോ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഇന്റലിജന്റ് സ്പീഷീസ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.